ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുള്ള് ക്ലീനിങ് ആട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മൊത്തം ഒന്നും തുടച്ച് പെറുക്കിയിട്ടില്ലെങ്കിൽ ആകെ പൊടി കയറും. കട്ടിലൊക്കെ ഡിസൈൻ ഉള്ളതായതുകൊണ്ട് തന്നെ ഏറ്റവും പണിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടി പൊടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കും. സമയമുള്ളപ്പോഴാണെങ്കിൽ 2 റൂമും ഒരു ദിവസം തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ റൂമൊക്കെ ആയിട്ട് ചെയ്തെടുക്കലാട്ടോ. മോനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊടി ഇരിക്കണേക്കാൾ നല്ലത് നമ്മൾ തുടച്ച് ചെറിയൊരു നനവുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ലോഷൻസോ എന്തെങ്കിലും ആ വെള്ളത്തിലൊന്ന് ഇത്തിരി ഒഴിച്ചിട്ട് ഡെറ്റോളോ ഫിനോയിലോ എന്തെങ്കിലും ഞാൻ ഒഴിക്കൂട്ടോ. എന്നിട്ട് ആ തുണി അതിൽ മുക്കി നല്ലപോലെ പിഴിഞ്ഞെടുത്ത് പൊടിയുള്ള ഭാഗമൊക്കെ നല്ലപോലെ തുടച്ചെടുക്കാറാണ് പതിവ്. ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് പറ്റുന്ന ഒരു ദിവസം, മോനാണെങ്കിൽ വികൃതിയൊന്നും ഇല്ലാതിരിക്കണേ നല്ല മൈൻഡൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം കേട്ടോ അതിനായിട്ട് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അവൻ നേരെ തലതിരിഞ്ഞിട്ടായിരിക്കും മോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവനവളുടെ കൂടെ പോകാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉറക്കം മതിയാവാത്തതുകൊണ്ടുള്ള വാശിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഏത് ദിവസമാണോ ഓൻ നല്ല മൈൻഡിലിരിക്കുന്നത് ആ ദിവസം നോക്കിയിട്ട് ഫുള്ള് തുടയ്ക്കാനും പെറുക്കാനൊക്കെ നിൽക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഫുള്ള് തുടയ്ക്കേണ്ട ദിവസം ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഉപയോഗിക്കാത്ത റൂമാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ റൂമിലത്തെയും ബെഡ്ഷീറ്റൊക്കെ മാറ്റും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കാറുണ്ടെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ എല്ലാ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഫുള്ളൊന്ന് തുടച്ച് ഒക്കെ ഒന്ന് വിരിച്ച് പെറുക്കിയിട്ട് കഴിയുമ്പോൾ പുതിയൊരു ഫ്രഷ്നെസ് ആട്ടോ ആ റൂമിന്. ആരെങ്കിലും കയറി വന്നാൽ തന്നെ ചോദിക്കും നല്ല അടിപൊളിയായിട്ട് കിടക്കണ്ടല്ലോ എന്ന്. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയൊക്കെ ഫുള്ള് മാറ്റി നേരെ കിട്ടിയിട്ടൊക്കെ നല്ല പണിയെടുത്തേക്കണല്ലോ, നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വേഗം അറിയാൻ പറ്റും നല്ല ഫ്രഷ്നെസ്സിൽ കിടക്കും. അല്ലാതെ അടിച്ചു വാരി തുടയ്ക്കുന്ന ആ ഒരു ഇതിനേക്കാളും നല്ലൊരു പുതുമയായിരിക്കും കേട്ടോ ഇങ്ങനെ ഫുള്ള് മാറ്റി എല്ലാം ഒന്ന് എടുത്ത് റീഅറേഞ്ച് ചെയ്ത് വെക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ഒന്ന് വിരിച്ചിട്ട് അടിച്ചു വാരി തുടച്ച് പോകാറല്ലേ പതിവ്. രാവിലെ തൊട്ട് നമ്മുടെ അടുക്കളപ്പണിയൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ചിലർക്ക് ഇങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ അടുക്കളപ്പണി പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ടിപ്പൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി അതെല്ലാവരും ഒന്ന് കാണുക. നമ്മുടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നു, അപ്പം അതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുള്ള ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിലേ ഉള്ളൂ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം അറിയിച്ചേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണല്ലോ ബാക്കിയുള്ളവർക്ക് അതേപോലെ ചെയ്ത് നോക്കാനും വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനൊക്കെ ആയിട്ട് തോന്നുക. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക. എന്നാലേ ഉള്ളൂ ബാക്കിയുള്ളവരെ കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കുമ്പം എത്രമാത്രം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ കാണുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിൽ ഫുള്ള് അതിൻ്റെ എല്ലാ സൈഡും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡോറ് ഫുള്ള് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നല്ല പൊടി പറ്റിയിരിക്കും കേട്ടോ. നമ്മൾ എത്ര നീറ്റാക്കിയാലും ഒന്ന് വെള്ളം തൊട്ട് ഒന്നരാടം പറ്റുന്നവർ അങ്ങനെ തുടക്കുക. എനിക്ക് അങ്ങനെ ടൈം കിട്ടാറന്നില്ല, കാരണം മോൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള പണിയൊക്കെ ഒഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് കേട്ടോ ഇങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്യാറ്. എന്തായാലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ കൂട്ടി ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക. അപ്പോൾ പൊടിയുടെ ഇതൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ആ ഡോറൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം കൂട്ടി തുടയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം ഒരുപാട് വെള്ളം കൂട്ടി തുടച്ച് കഴിഞ്ഞാൽ ഈ മരത്തിനൊക്കെ പെട്ടെന്ന് കേടുവരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് വെള്ളം കൂട്ടി തുടയ്ക്കരുത്. ജസ്റ്റ് വെള്ളത്തിൽ മുക്കി നല്ല പോലെ പിഴിഞ്ഞെടുക്കുക, എന്നിട്ടൊന്ന് തുടച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഞാൻ പ്രത്യേകം പറയാൻ കാരണം പലരുടെയും വീട്ടിൽ പല രീതിയിലുള്ള മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലത് പെട്ടെന്ന് കേടുവരുന്ന മരങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളതൊക്കെ നോക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാനാണെങ്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കി എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. പഴയ ബെഡ്ഷീറ്റ് മാറ്റി പുതിയത് വിരിച്ചു. ഞാൻ കുറച്ച് തെളിമയുള്ള ബെഡ്ഷീറ്റുകളാട്ടോ കൂടുതൽ ഉപയോഗിക്കുക.
അല്ലെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ടൈപ്പ് ലൈറ്റ് ഷെയ്ഡുകളാണ് കൂടുതൽ ഉപയോഗിക്കുക. അതാകുമ്പോൾ ഒന്ന് ഫ്രഷായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെയാണെങ്കിൽ ഡാർക്കിനേക്കാൾ കുറച്ചും കൂടി ഭംഗി കിട്ടുക അങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെ ഒക്കെ കൂടിയ ഷെയ്ഡോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളേഴ്സൊക്കെ കേട്ടോ കൂടുതലും എടുക്കാറ്. ഡാർക്ക് കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ ഡാർക്ക് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ റൂമിലേക്ക് പിന്നെ അങ്ങനെ ആരും വിരുന്നുകാരൊക്കെ വന്നാലേ ഉള്ളൂ കേട്ടോ നമ്മൾ കിടക്കാനായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡും കുറച്ച് ഇതായിട്ടുള്ളത്. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, കുറച്ച് തെളിഞ്ഞ ഡാർക്ക് ഷെയ്ഡായിരിക്കും കേട്ടോ കുറച്ചും കൂടി നന്നായിട്ട് കിടക്കുക. എനിക്ക് അങ്ങനത്തെ കളറാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ മോനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് എടുക്കാനും പറ്റും. കാരണം അവനതിന്മേൽ കയറി മറിഞ്ഞ് നല്ല വികൃതീസാണ്. അതുകൊണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡും കൂടെ കൂടിയതാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇതിൽ പിന്നെ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല, അങ്ങനെ വന്ന് കിടക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും ലൈറ്റ് ഷെയ്ഡുകൾ അടങ്ങിയ ബെഡ്ഷീറ്റുകളായിട്ട് ഈ റൂമിൽ വിരിക്കാറ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ലൈറ്റ് ഷെയ്ഡാണ് കുറച്ചും കൂടി നന്നായിട്ട് കിടക്കുകയെന്ന്. ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവരുണ്ട്, ചിലർ സ്ട്രൈപ്സ് ആയിട്ട് എടുക്കുന്നവരുണ്ട്, ഡിസൈൻസ് ആയിട്ടൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ബെഡ്ഷീറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അങ്ങനെ ഫ്രഷായി നമ്മുടെ റൂം വിരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിങ് ടേബിളിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം മോള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പൗഡറും ക്ലിപ്പും ചീപ്പും എല്ലാം നിരന്ന് ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൂ ഞാൻ അടിച്ചു വാരി തുടയ്ക്കുന്നതിന് മുന്നേ എന്തായാലും ഡ്രസ്സിങ് ഇവിടെ എന്നും ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും പിറ്റേ ദിവസം അത്രയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് നമുക്ക് നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ക്ലിപ്പുകളും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പെട്ടി എടുത്തിട്ട് ഞാൻ അതിലാട്ടോ ക്ലിപ്പുകളും ബുഷൊക്കെ സൂക്ഷിക്കാറ്. അല്ലെങ്കിൽ ആകെ നിരന്ന് പറഞ്ഞ് നടക്കും. ഞാൻ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കാർഡ്ബോർഡ് വെച്ച് അതിങ്ങനെ കള്ളികളൊക്കെ ആക്കി വെച്ചിരുന്നു. പക്ഷേ മോനുള്ളത് കൊണ്ട് അവനത് ഫുള്ള് വലിച്ച് വരിയിടുന്നുള്ളൂ. ഞാൻ ചെറിയ ചെറിയ പെട്ടികളിലാക്കി വെച്ചേക്കും കേട്ടോ. അതേപോലെ ഞാൻ മോളുടെ മാലയൊക്കെ തൂക്കിയേക്കണ സ്റ്റാൻഡ് കണ്ടാലറിയാം. ഞാനാണെങ്കിൽ ഫോണിൻ്റെ പെട്ടിയുടെ ഉള്ളിൽ നമുക്ക് ഫോണും ചാർജറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടാവുമല്ലോ, അത് അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അതിൽ നമ്മുടെ സ്ട്രോ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ട് കേട്ടോ മാലയൊക്കെ തൂക്കിയിട്ടേക്കണത്. കാരണം മോള് മാല വന്ന് ഊരിയിട്ട് അവിടെ ഇവിടെയൊക്കെ നിരന്ന് കിടക്കലാവും. പിന്നെ അവനത് പെറുക്കിക്കൊണ്ട് നടന്ന് വലിച്ചു പൊട്ടിക്കലൊക്കെ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ അങ്ങനെയൊക്കെ. എന്നാൽ പിന്നെ അവൾ മാല വന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതുമേ തന്നെ തൂക്കിയിടുകയും ചെയ്തോളും. അങ്ങനെ ആ ഭാഗം വൃത്തിയായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ പിന്നെ ബാക്കി ഭാഗം നോക്കിയാൽ മതി കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ അവനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടികളിലൊക്കെ ആക്കി സെപ്പറേറ്റ് ആക്കി വെച്ചേക്കണത്. അല്ലെങ്കിൽ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് അത് തിരിച്ചിട്ട് അങ്ങനെ ആക്കി വെക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പെട്ടിയിലാക്കി വെച്ചപ്പോഴാണ് കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ അവർ വികൃതി കാണിച്ച് നടക്കുന്ന ഒരു പ്രായമാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാറില്ല. അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടു കൊടുക്കാറാണ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ അവർ റെഡി ആയിക്കോളും. പിന്നെ എനിക്ക് എല്ലാ പണി ഒരുക്കുന്നതിന് മുന്നേ എല്ലാവരും നല്ല നീറ്റായിട്ട് ഇടുന്നത് ഭയങ്കര ഇതാട്ടോ. വാരി വലിച്ചിട്ട് പണിയെടുത്ത് പോയി കഴിഞ്ഞാൽ എത്ര നമ്മൾ ചെയ്താലും വൃത്തിയായിട്ട് കാണില്ല. അതുകൊണ്ട് പിന്നെ ഞാനെല്ലാം ഫുള്ള് ക്ലീനാക്കി നേരാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ അടിച്ചു വാരി തുടയ്ക്കാൻ നിൽക്കുക. പിന്നെ തീരെ വയ്യാത്ത ദിവസങ്ങളുള്ളൂ അങ്ങനെ കിടക്കുക. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ കിടക്കണണ്ട. അത് എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെല്ലാ സ്ഥലവും നീറ്റാക്കി തന്നെ വെക്കും. അത് ചെയ്യുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. കാരണം അത്രയും ഒരു ഫ്രഷ്നെസ്സും നമ്മുടെ പകുതി പണി ഒരുങ്ങിയെന്ന് അറിയാൻ വൃത്തിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ. അപ്പം അതെല്ലാം ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാറ്? ഏറ്റവും കൂടുതൽ പൊടി പിടിച്ച് കാണുന്നതും എനിക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടാത്ത ഒരു ഐറ്റം കേട്ടോ മോൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ അത്രയും ടെഡി ബിയേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ കുറേ ദിവസമായി ഞാനൊന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ഇതുവരെ അതിന് സമയം കിട്ടിയിട്ടില്ല. നല്ല പൊടി പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് കവറിലാക്കി എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കണു. പല സൈസിലുള്ളതുണ്ട് കേട്ടോ. വെരി ബിഗ് ആയിട്ടുള്ളൊരു ടെഡി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എന്തെങ്കിലും ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ടുണ്ട്. കാരണം അത് അവിടെ ഇരിക്കും തോറും പൊടി പിടിച്ചിട്ട് ആകെ ഒരു ബ്ലാക്ക് കളർ ആവൽ തുടങ്ങിയേക്കണു. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആകെ അതൊരു ബ്ലാക്ക് കളർ വൈറ്റൊക്കെ ഉള്ളത് ആകെ ഒന്ന് ബ്ലാക്ക് കളർ ആവൽ തുടങ്ങും. അങ്ങനെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ആ റൂമിലത്തെ ഫുള്ള് പണി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കളിച്ച് നടക്കണോണ്ട് ഞാൻ അപ്പുറത്തെ റൂമും കൂടി റെഡിയാക്കാനായിട്ട് അങ്ങ് കയറി കേട്ടോ.
ഈ റൂമിലത്തെ റോസ് കളർ ഈ ബെഡ് എന്ന് പറയണത് മുളയുടെ ഇതും കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൂടെ കൊണ്ട് തന്നതായിട്ട് ഈ ബെഡ് വീട്ടിലൂടെ വന്നപ്പം അവരുടെ നിർബന്ധം ഒരു കട്ടിലിങ്ങനെ പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബെഡൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവരിങ്ങനെ വന്നപ്പം നമ്മൾ അടവിനായിട്ട് വാങ്ങിയതാട്ടോ ഈ ബെഡ്. മുളയുടെ നാരും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അവർ പറഞ്ഞത്. ഇത് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഇനി അതിനൊരു ബെഡ് കവറും കൂടി അടിച്ചിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഈ ആഴ്ച തന്നെ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് അടിച്ചിടണം ഞാൻ വിചാരിച്ചത്. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഫുൾ അടിച്ചു കഴിഞ്ഞാലേ ഉള്ളൊരു സമാധാനം കിട്ടുക. അതുകൊണ്ട് വെട്ടാൻ ഒന്നും കൂടി അങ്ങനെ സമയം കിട്ടിയിട്ട് 2-3 ദിവസത്തെ തിരക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിയിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ജനലും കൂടി തുടച്ച് വൃത്തിയാക്കിയാൽ പോരും കേട്ടോ. കാരണം പെട്ടെന്ന് എങ്ങനെ മാറാലേയും പൊടിയും കയറണമെന്ന് അറിയില്ല. എത്ര തുടച്ച് വൃത്തിയാക്കും തോറും അത്രയ്ക്ക് പൊടി കയറാറുണ്ട്. ഇടയ്ക്ക് ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, നല്ല കാറ്റും കൂടി അടിക്കുന്നത് കൊണ്ട് പിന്നെ ഇപ്പോൾ പറയുകയും വേണ്ട. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ? അത് എൻ്റെ അടുത്ത് മാത്രമാണോ ഇങ്ങനെ പൊടി കയറണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിലിങ്ങനെ പൊടി നല്ല പോലെ കയറാറുണ്ടോ? എനിക്കിടയ്ക്ക് തോന്നും കേട്ടോ, എൻ്റെ അടുത്ത് മാത്രമായിരിക്കും ഇത്ര പൊടി. ഞാൻ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എന്താ പൊടി പോകാത്തതെന്ന്. എനിക്കൊരു കുറച്ച് പൊടി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അസ്വസ്ഥ പോലെ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അടിച്ചു വാരി തുടയ്ക്കാൻ നിൽക്കുമ്പോൾ പൊടി കണ്ടാൽ ഞാനാണെങ്കിൽ ഫുള്ളൊന്ന് തുടച്ചെടുക്കും കേട്ടോ. ഒരാഴ്ചയൊക്കെ ആവണേന് മുന്നേ തന്നെ ഈ റൂമിൽ നല്ല പൊടി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കിടക്കുന്നതും ഈ റൂമിലാണ് കേട്ടോ. ഫോട്ടോ ഫ്രെയിമിലൊക്കെ ആകെ പൊടി പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു. മേലെ ആയതുകൊണ്ട് വല്ലപ്പോഴും നല്ല പൊടിയാണെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ ഞാനതെടുത്ത് ക്ലീൻ ചെയ്യാറ്. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ എത്താത്തൊരു ഭാഗം കേട്ടോ ഫാന്. അത് പിന്നെ ലാഡർ കൊണ്ടുവന്നിട്ടിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ മാസത്തിലൊരിക്കൽ തന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കലുള്ളൂ. ചില സമയത്ത് ചേട്ടായി ഉള്ള സമയത്ത് ചേട്ടായി തന്നെ കേട്ടോ ഫുള്ള് ക്ലീൻ ചെയ്ത് തരൽ. ചേട്ടായിക്ക് ടൈമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലുള്ളൂ നല്ല പൊടിയാണെന്ന് തോന്നിയാൽ ഞാനാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഫാനിൻ്റെ ഭാഗത്തേക്ക് പോകാറ്. പണ്ടൊക്കെ വീട്ടിൽ അച്ഛമ്മയൊക്കെ എപ്പോഴും പറയും, കിടക്കണ ബെഡ്റൂം എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം, കിടന്ന് എണീച്ച് കഴിഞ്ഞാൽ പുതപ്പൊന്നും അങ്ങനെ ഇട്ടേച്ച് പോയല്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ എണീച്ച് പോരുമ്പം മക്കൾ എണീച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. പിന്നെ അവരെണീച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുക്കളപ്പണി തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് മോളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാട്ടോ ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റും വിരിച്ചിട്ട് പുതപ്പൊക്കെ ഒന്ന് മടക്കിയിടാനായിട്ട് റൂമൊക്കെ കയറി അടിച്ചൊരു തുടയ്ക്കാൻ ടൈമിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എത്തുക. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, പണ്ടൊക്കെ അച്ഛമ്മ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അന്നേ പോകുമ്പോൾ ആ വാതിലടച്ചേ പോകണമെന്ന്. അപ്പം ഞാനിങ്ങനെ അന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഇതിലിങ്ങനെ കേട്ടിരിക്കുമെങ്കിലും പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഓരോ അർത്ഥം. നമ്മൾ ചെയ്തു പോകുമ്പോൾ ആ പണിയൊക്കെ അപ്പം തീർത്ത് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് വരുകയും വേണ്ട, വേഗം പണി തീരുമെന്ന് ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയത്. അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ര വലിയ ഇതൊന്നുമില്ല, നമ്മളങ്ങനെ കേട്ട് പോവുമെങ്കിലും നമ്മളാ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ അവരന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഈ റൂമിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ 2 ദിവസമോ 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ ഇവിടുത്തെ റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റും കേട്ടോ. ഇന്നലെ ഇപ്പോൾ ഈ റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതാണ്. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ബെഡ്ഷീറ്റൊന്നും മാറ്റുന്നില്ല, ഒക്കെ ഒന്ന് തട്ടിക്കുട്ടി മടക്കിയിടുന്നുള്ളൂ. ഈ റൂമിലത്തെ ബെഡ്ഷീറ്റിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് നക്ഷത്രങ്ങൾ ഫുള്ള് ലൈറ്റിൻ്റെ ഇതുകൊണ്ട് രാത്രി നല്ല തിളങ്ങും കേട്ടോ. പകലിൻ്റെ വെളിച്ചം കൊണ്ട് രാത്രി നക്ഷത്രങ്ങളൊക്കെ നല്ല പ്രകാശിച്ച് നിൽക്കണതാണ്. നല്ല രസമാണ് കേട്ടോ അങ്ങനെ കാണാൻ. അതുകൊണ്ട് ഈ ബെഡ്ഷീറ്റ് വിരിക്കണ മക്കൾക്ക് ഇടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അവരാണെങ്കിൽ പറയുകയും ചെയ്യും. 2-3 കമ്പിളി പുതപ്പുകൾ, ഇതൊക്കെ തിരുമ്പുന്ന കാര്യം ഓർക്കുമ്പോൾ പിന്നെ ഇതൊക്കെ വാഷിംഗ് മെഷീനിലാട്ട് ഇപ്പം തിരുമ്പല്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് തോട്ടിലൊക്കെ പോയി, ഞങ്ങളുടെ വീട്ടിലൊക്കെ തോട് ഉണ്ട് അടുത്ത്. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ തിരുമ്പാൻ നേരത്ത് താഴത്തെ തോട്ടിൽ പോവും, അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഉള്ള വീട്ടിൽ തന്നെ തിരുമ്പല്. പക്ഷേ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ വലിയ കനമുള്ളതൊക്കെ പണ്ട് തോട്ടിലാണ് കൊണ്ട് തിരുമ്മിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ തോട്ടിലേക്കും പുഴയ്ക്കൊന്നും അങ്ങനെ ആരും കുളിക്കാൻ പോവാറില്ല എന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ കഷ്ടപ്പാടൊന്നും പണ്ടത്തെ പോലെ ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നല്ല വെയിലും കാറ്റൊക്കെ ആയതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും ഒന്ന് തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ. മഴക്കാലമായിട്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് വരിക. പിന്നെ എല്ലാം നേരാക്കിയിട്ട് കഴിഞ്ഞാൽ വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പുതിയ വീട്ടിലേക്ക്, വേറൊരു വീട്ടിലേക്ക് വന്ന ഒരു അനുഭൂതിയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ.
എനിക്കിഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഫുള്ള് തട്ടിക്കൊട്ടി മാറ്റി വിരിച്ചിടുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കും അന്നത്തെ ദിവസം. കാരണം അല്ലാതെ അടിച്ചു വാരി തുടയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വൃത്തി എനിക്ക് തോന്നുന്നു ഫുള്ള് തട്ടിക്കൊട്ടി ഓരോന്ന് ഒതുക്കി പറക്കി ഇങ്ങനെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മാറ്റി എല്ലാം ഇതാക്കിയിട്ട് പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ റൂമിലത്തെ ബെഡ്ഷീറ്റ് ഇതൊക്കെ മാറ്റും കേട്ടോ. പിന്നെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ്. പിന്നെ കുറേ ടെൻഷനൊക്കെ പലവിധം ടെൻഷനുകളായിരിക്കും. കുറേയൊക്കെ ടെൻഷൻ കുറയാനും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആവാനൊക്കെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കണമൊക്കെ നല്ലതെന്ന്. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സമയം ഒരുപാടുള്ള ദിവസം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒതുക്കി പെറുക്കി തുടച്ച് പെറുക്കി നടക്കലാണ് കേട്ടോ. വൈകുന്നേരം ആവാൻ മോൾ വരുന്ന വരെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊണ്ട് നടക്കും. പിന്നെ അവൾ വന്ന് അവൾക്ക് ചായ കൊടുത്ത് അവളുടെ കൂടെ കുറച്ച് നേരം സ്കൂൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ടേ ഉള്ളൂ പിന്നെ പുറത്തേക്ക് ഇറങ്ങുക. കാരണം ഒന്നാമത് അങ്ങനെ മിണ്ടി പറയാനൊക്കെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാകുവാനും മോനും തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവനും കൂടി കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല മിണ്ടി പറയാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എന്നാലേ ഉള്ളൂ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി കിട്ടാനും മൈൻഡ് ഒരുപാട് പിരിമുറുക്കത്തുനിന്ന് ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവുള്ളൂ. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം ബെഡ്ഷീറ്റൊക്കെ മാറ്റി നമ്മൾ വിരിച്ചൊക്കെ ഇട്ട ശേഷം ഫുള്ള് അടിച്ച് വാരാൻ നിന്നു കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒതുക്കി അടിച്ച് വാരുക. മാക്സിമം കട്ടിലിൻ്റെ അടിയും നമ്മൾ മേശയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫുള്ള് അടിച്ച് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. കോണിക്കൂടിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ഒന്നരാടം അടിച്ച് വാരലുള്ളൂ. എല്ലാ ദിവസവും കയറി അങ്ങോട്ട് ആരും കയറാറില്ല. പിന്നെ പൊടി ഉണ്ടെങ്കിൽ ഒന്നരാടം ദിവസം കയറി ഞാൻ അടിച്ച് വാരി തുടച്ചെടുക്കാറാണ് കേട്ടോ. പിന്നെ തുടയ്ക്കുമ്പോൾ ഞാനാണെങ്കിൽ ഫുള്ള് ആദ്യം വെള്ളം കൂട്ടി ഒന്ന് തുടയ്ക്കും. പിന്നെ പിഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്ന് തുടച്ചെടുക്കാറാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഒന്ന് വെള്ളം കൂട്ടി തുടച്ചാലുള്ളൂ ചെളിയൊക്കെ പോകുന്നൊന്ന് ഇതായി കിട്ടുക. തുടയ്ക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ലേശം ലോഷൻ എന്തെങ്കിലും ഒഴിച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഫ്രഷായിട്ട് ചെളിയൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിടന്നോളും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യാറ്. തുടയ്ക്കുമ്പം ലൈസോളോ ഏതെങ്കിലും ലോഷൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഒന്ന് ഫിനോയിലും വാങ്ങി വെച്ചിട്ടുണ്ട്, ഒന്ന് ലൈസോളും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇത്തിരി പുൽത്തൈലം അങ്ങനെ ഏതെങ്കിലും ഓരോ ദിവസം ഒന്നരാടം ഏതെങ്കിലും മാറി ഒഴിച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കാറ്. ഡെയിലി ചില ദിവസങ്ങളിൽ ലൈസോൾ തന്നെ കൂടുതൽ ഉപയോഗിക്കാറ്. പിന്നെ ഒന്ന് മണം കിട്ടാൻ വേണ്ടി ചില ദിവസങ്ങളിൽ പുൽത്തൈലം ഉപയോഗിച്ച് അങ്ങനെയായിട്ട് തുടയ്ക്കുക. പിന്നെ രാവിലെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ഇട്ടാലും വൈകുന്നേരം നമ്മൾ ഫുള്ള് ഒന്നും കൂടി അടിച്ച് വാരും കേട്ടോ. നമ്മൾ വെള്ളം കൂട്ടി തുടച്ചാലുള്ള അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറയും പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടുക. പിന്നെ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് ഉണങ്ങിയതും കൊണ്ട് ഒന്നും കൂടി തുടച്ചെടുക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ കാണുമ്പോഴുള്ള മറ്റുള്ളവരും വീഡിയോസ് കാണാനും അവരുടെ സജഷൻസും അവരെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക. നിങ്ങൾക്ക് എന്ത് സജഷൻസ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ കമൻ്റായിട്ട് അറിയിക്കുക. എന്തായാലും നമ്മൾ അതേപോലെയൊക്കെ നോക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ തട്ടിക്കൊട്ടലും ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടയ്ക്കണ പിന്നെ എല്ലാ ദിവസവും തുടയ്ക്കും. ഈ തട്ടിക്കൊട്ടലും ബെഡ്ഷീറ്റ് മാറ്റലും ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ചെയ്യാറ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാ ദിവസവും തട്ടിക്കൊട്ടലില്ല, ആഴ്ചയിൽ ഒരു ദിവസം തട്ടിക്കൊട്ടി എല്ലാം നേരാക്കി ബെഡ്ഷീറ്റ് ഇതൊക്കെ മാറ്റിയിടും. പിന്നെ നമ്മൾ കിടക്കാത്ത റൂമിലത്തെ ആഴ്ച ഒരു ദിവസം മാറ്റുക, കിടക്കുന്ന റൂമിലത്തെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ മാറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുള്ള് ക്ലീനിങ് അതൊക്കെ കഴിഞ്ഞ് ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ